നേപ്പാളിലേക്ക് തീർത്ഥയാത്ര പോയ പൊന്നാനി സ്വദേശികളായ നാലംഗ കുടുംബത്തെ കാണാനില്ല. ഓസ്ട്രേലിയൻ പൗരത്വമുള്ള ശ്രീധരൻ അയ്യരെയും കുടുംബത്തെയുമാണ് കാണാതായത്. മിന്നൽ പ്രളയത്തിന് 3 മണിക്കൂർ മുൻപാണ് കുടുംബം അവസാനമായി ബന്ധുക്കളെ ഫോണിൽ വിളിച്ചത്. കഴിഞ്ഞ 21-നാണ് ഇവർ ഓസ്ട്രേലിയയിൽ നിന്ന് കാഠ്മണ്ഡു വിമാനത്താവളത്തിലെത്തിയത്. വിശദാംശങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, ഇപ്പോൾ കുടുംബം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ, അതായത് പങ്കുവച്ച വിവരങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തുകയാണെങ്കിൽ കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷം ഇവർ എങ്ങോട്ടാണ് പോയത്? അത് ഇപ്പോൾ നിലവിൽ ഈ പ്രളയം നേരിട്ട് ബാധിക്കപ്പെട്ട സ്ഥലത്ത് തന്നെയായിരിക്കുമോ ഇവർ പോയിരിക്കുന്നത്? എന്താണ് കുടുംബം പറയുന്നത്? പിന്നീട് എന്തെങ്കിലും വിശദാംശങ്ങളോ വിവരങ്ങളോ ഇവരെ സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ടോ? പറയൂ. ശ്യാമിനി, ഈ കഴിഞ്ഞ മാസം 21-ാം തീയതിയാണ് ഇവർ ഓസ്ട്രേലിയയിൽ നിന്നും നേരെ കാഠ്മണ്ഡുവിൽ എത്തിയത്. കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷം ഇവർ ഒരു ടൂർ ഗ്രൂപ്പിന്റെ കൂടെ ആയിരുന്നു. ആ ടൂർ ഗ്രൂപ്പിന്റെ ഒപ്പം തന്നെയായിരുന്നു ഇവർ മുഴുവൻ സമയം ഉണ്ടായിരുന്നത്. ഇവർ താമസിച്ചിരുന്ന ഈ ഹോട്ടൽ ഈ 26-ാം തീയതി ഉണ്ടായ ഈ പ്രളയത്തിൽ ഈ ഹോട്ടൽ പരിപൂർണമായും ഒഴുകിപ്പോയിട്ടുണ്ട്. അതായത് പൂർണ്ണമായും നാശമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് അതിനുശേഷമാണ് ഒരു വിവരവുമില്ല എന്നുള്ളതാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അറിയിക്കുന്നത്. ഈ പ്രളയം ഉണ്ടാവുന്നതിന് 26-ാം തീയതി രാവിലെ 8:45-ന് മുമ്പ് ഒരു 3 മണിക്കൂർ മുമ്പ് വരെ അവർ വീട്ടിലേക്ക് വീഡിയോ കോൾ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയിക്കുന്നത്. അതിനുശേഷമാണ്, ഈ പ്രളയത്തിന് ശേഷമാണ് ഒരു വിവരവും ഇവരെക്കുറിച്ച് ലഭ്യമാവാത്തത്. അതാണ് ഏറെ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവർ 4 പേരും ഒരുമിച്ചുണ്ടായിരുന്നു. ഇവർ താമസിച്ച ഹോട്ടൽ, ആദ്യം ഒരു ഹോട്ടൽ താമസിച്ചിരുന്നു. പിന്നീട് ഈ 26-ാം തീയതി മറ്റൊരു ഗസ്റ്റ് ഹൗസിലായിരുന്നു. ആ ഗസ്റ്റ് ഹൗസും പരിപൂർണമായും ഒഴുകിപ്പോയിട്ടുണ്ട്. പക്ഷേ ഈ ഗസ്റ്റ് ഹൗസ് ഈ പ്രളയം ഉണ്ടാവുന്നതിന് ഏകദേശം 2 മണിക്കൂർ മുമ്പ് ഇവർ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു എന്നുള്ളൊരു വിവരമുണ്ട്. പക്ഷേ അത് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ തുടർന്നും ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. 20-ഉം 23 വയസ്സായ 2 ആൺമക്കളും ഒപ്പം തന്നെ അച്ഛനും അമ്മയും. അങ്ങനെ ഇവർ 4 പേരാണ് ഈ ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്നത്. ഇവർ 4 പേര് പൊന്നാനി സ്വദേശികളാണ്. പക്ഷേ ഇവർ ഓസ്ട്രേലിയൻ പൗരത്വമുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നാണ് ഇവർ നേരെ കാഠ്മണ്ഡുവിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഇവർ നോർക്ക റൂട്ട്സുമായും ഒപ്പം തന്നെ സർക്കാരിന്റെ മറ്റ് സംവിധാനങ്ങളുമായും എല്ലാം ബന്ധപ്പെടുന്നുണ്ട്. സർക്കാരിന് ഈ ഓസ്ട്രേലിയൻ പൗരത്വം ഉള്ളത് കൊണ്ട് തന്നെ ചില പരിമിതികളുണ്ട്. പക്ഷേ അത് ഓസ്ട്രേലിയൻ എംബസിയുമായി ബന്ധപ്പെട്ടും പ്രവർത്തനം നടത്തുന്നുണ്ടെന്നാണ് KP നൗഷാദ് അലി MLA അല്പം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും ഈ പൊന്നാനിയിലുള്ള ബന്ധുക്കളിൽ 4 പേർ ഇന്നലെ തന്നെ ഡൽഹിയിലെത്തുകയും ഇന്ന് രാവിലെ അവർ ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. കാഠ്മണ്ഡുവിൽ ഏകദേശം 11 മണിയോടക്ക് ശേഷം കാഠ്മണ്ഡുവിൽ എത്തുന്നതാണ് അറിയിക്കുക. അതിനുശേഷം അവിടെ നിന്ന് മറ്റെന്തെങ്കിലും അപ്ഡേഷൻസ് ലഭിക്കണമെങ്കിൽ ഈ ബന്ധുക്കൾ അവിടെ എത്തിയതിനു ശേഷം മാത്രമേ ലഭ്യമാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പൊന്നാനിയിലെ കുടുംബങ്ങളും അറിയിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പൊന്നാനിയിൽ അവരുടെ ഈ കാണാതായ ശ്രീധരൻ അയ്യരുടെ അച്ഛനും അമ്മയും ഉണ്ട്. അവരെ ഈ വിവരം അറിയിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ ചില പരിമിതികളുണ്ട് അവർക്ക് ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുണ്ട്. പക്ഷേ എന്തായാലും ഈ കാര്യത്തിൽ വലിയ തോതിലുള്ള ഒരു അന്വേഷണം ഔദ്യോഗിക സംവിധാനത്തിലും പരിശോധനയും എല്ലാം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശാന്തി, ശാന്തകുമാറാണ് വിവരങ്ങൾ നൽകിയത്.